ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഇത് ഒരു അമ്മ തെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ദിവസവും ഈ തെയ്യം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം അത് നേർച്ച പോലെ ആൾക്കാർ കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ നേർച്ച ചെയ്തു. അതുപോലെ വീട്ടുകാർ അതുമായിട്ട് എല്ലാവരെയും സാധാരണ രീതിയിൽ ഈ ചുറ്റുവട്ടത്തിലെ ആൾക്കാരൊക്കെ നേർച്ച ആയിട്ട് കഴിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകം ഞാൻ വിചാരിക്കുന്നത്, കണ്ണൂർ സാധാരണ ജനുവരി മുതൽ മെയ് വരെയാണ് ഈ തെയ്യക്കാലം. പക്ഷേ ഏത് സമയത്ത് വന്നാലും ഒരു തെയ്യം കാണാത്തവർക്ക് ഒരു തെയ്യത്തിൻ്റെ ഒരു കോലം കാണണമെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഇത് ഇവിടെ ഉണ്ടാകുക. ഒരു 1.5-2 മണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ. നേരത്തെ ആണെങ്കിൽ സൂര്യാസ്തമയത്തോടനുബന്ധിച്ചാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങി അസ്തമയത്തോടു കൂടി അവസാനിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം 5 മണി കഴിയുമ്പോൾ തന്നെ ഇറങ്ങി നേരത്തെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുറമേ നിന്ന് വരുന്നവർക്ക് ഏത് ദിവസം വന്നാലും തെയ്യത്തിൻ്റെ ഒരു മാതൃക സാമ്പിൾ കാണാം. അതാണ് എൻ്റെ ഒരു മെച്ചം. ഇത് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസിനടുത്താണ്. കലക്ടറോണടുത്ത്, കലക്ടറോണിലേക്ക് 1 കിലോമീറ്റർ റോഡ് സൈഡ് തന്നെയാണ്. ഒരു 10-15 ഏക്കർ കാട് ആണ്. ആ കാട് നടുവിൽ മറ്റ് ക്ഷേത്രമായിട്ടൊന്നുമില്ല. അവിടെ ഒരു മരം മാത്രമേ ഉള്ളൂ. പിന്നെ ഭഗവതി ഉറഞ്ഞു തുള്ളുന്ന ഒരു അങ്കണം അത്രേ ഉള്ളൂ. ഇത് കാട്ടിനുള്ളിൽ നിന്ന് വേഷഭൂഷാദികളൊക്കെ ആണെങ്കിൽ ഈ തെയ്യം ഉറയുന്ന സ്ഥലത്തേക്ക് കടന്നു വരും. ആ തെയ്യം ഉറഞ്ഞ് പിന്നെ അനുഗ്രഹമൊക്കെ ചെരിഞ്ഞ് പിന്നെ അവസാനം അമ്മ വായിൽ ലയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അത് കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ കാട്ടിനുള്ളിലേക്ക് പോയ മുടിയുടെ അഗ്രം ഇങ്ങനെ കാട്ടിനുള്ളിൽ ഇങ്ങനെ മാഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് അതുപോലെ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇത്രയാണ് അതിൻ്റെ. മറ്റ് ഭഗവതിയെക്കുറിച്ചുള്ള ഇതൊന്നും ഞാനങ്ങനെ പഠിക്കാൻ പോയിട്ടില്ല. ദൈവത്തെ കളിയില്ല എന്ന് പറയുമ്പോൾ അന്ധകാരത്തിൻ്റെതാണ് വന്നത് അല്ലേ? അന്ധകാരം, ഇരുട്, ജീവിതത്തിൽ ഇരുട് ബാധിച്ചു പോയാൽ സാരമില്ല, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നില്ലേ? പ്രതീക്ഷ കേട്ടോ. ബ്രഹ്മാവിട്ടൊരു ആയുസം ചിത്രം